ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. അതിൻ്റെ മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ട് നമ്മളൊരു ബൗളിലോട്ട് ചേർത്തി കൊടുക്കാം. ശേഷം നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്യാനുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതും 1/2 ടീസ്പൂണോളം, പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവ് കൂട്ടിയും കുറച്ചെടുക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് നമ്മുടെ ഉപ്പും മുളകൊക്കെ നമ്മുടെ ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത നമ്മുടെ ചെമ്മീനും കൂടി ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൂടുതൽ നേരം നമുക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു 4 മിനിറ്റോളം നമുക്ക് കുക്കാക്കി എടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ കൂടുതലായിട്ട് ഡ്രൈ ആയ ഒരു റബ്ബർ സൈസ് പോലെ ആയിരിക്കും. അങ്ങനെ ആക്കിയെടുക്കരുത് കേട്ടോ, ഒരു സ്മൂത്ത് രൂപത്തിലാക്കിയെടുക്കുക. ഇനി ഇതുപോലെ ഒരു ജസ്റ്റ് കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതാ മറിച്ചിട്ടെടുക്കാം. ആ റബ്ബർ സൈസ് പോലെ ആയാൽ നമ്മളെ റോസ്റ്റ് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല കേട്ടോ, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഹാർഡായിരിക്കും. കുറഞ്ഞ ചിലവിൽ എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആയ ഒന്നാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇതാ ഇത്ര ആയിക്കഴിഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു രൂപത്തിലാണ്. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ആ ഓയിൽ തന്നെ കേട്ടോ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 15 അല്ലി നമ്മുടെ ചെറിയ ഉള്ളിയാണ് ചേർത്തി കൊടുക്കുന്നത്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും പിന്നെ അതുപോലെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം, നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുപോലെ ഇനി വേണ്ടത് നമുക്കൊരു തക്കാളിയാണ്. ഒരു വലിയ തക്കാളി കട്ടാക്കാം. ഇനി അതിലോട്ട് ചേർത്തി കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ തക്കാളി കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്നൊന്നിലൊന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികൾ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ നമുക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ പാനിലിട്ടിട്ട് വേണം കേട്ടോ പൊടികളിട്ടിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്നൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ വറുത്തെടുക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ റോസ്റ്റിന്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയെ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഉള്ളിയും എല്ലാം കൂടി നമുക്ക് വീണ്ടും മിക്സാക്കി എടുക്കാം. ശേഷം നമുക്ക് അതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി വേണം കേട്ടോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 120 ml കപ്പിന് വെള്ളം കൂടി ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളിക്ക് ആവശ്യത്തിന് 2 കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്, അതും കൂടി ചേർത്തി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാളംപുളി ഉണ്ടെങ്കിൽ അതായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ട് പുളിയുടെ ഫ്ലേവർ നമുക്ക് കൂടുതലായി നിൽക്കരുത് കേട്ടോ, നമുക്ക് ജസ്റ്റ് അതിലൊരു പുളിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തി കൊടുക്കുന്നത്. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചെമ്മീനിലൊക്കെ ഉപ്പൊക്കെ ഇട്ടത് കാരണം നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ബാക്കി വന്ന നമ്മുടെ ഫ്രൈ ചെയ്ത നമ്മുടെ ചെമ്മീനും കൂടി ചേർത്തി കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ആ എരിവും പുളിവും എല്ലാം നമ്മുടെ ചെമ്മീനിൽ നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാട്ടോ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം ചതച്ചതും, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുറച്ച് കുരുമുളകും, 1/4 ടീസ്പൂണോളം ഗരം മസാലയും, പിന്നെ കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ ചെയ്യാനാട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ, നമ്മുടെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇത് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾ വലിയ ജീരകമൊക്കെ നമ്മൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പൊടിയാണെങ്കിൽ അങ്ങനെയും ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം.
നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉറപ്പായും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. ഇതുപോലുള്ള റെസിപ്പിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.